ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞേക്കണ കംപ്ലൈൻറ്റ് എൻജിൻ ഓയിൽ ലീക്കാണ് പറഞ്ഞത്. ഓയിൽ ലീക്ക് എൻജിൻ വർക്കും പറഞ്ഞുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വണ്ടി എൻജിൻ കംപ്രഷൻ ലീക്കാണ്. അതായത് വണ്ടി ഇടയ്ക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ എൻജിൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്താണ് അതിൻ്റെ കംപ്ലയിൻറ്റ്സ്. അതായത് വാൽവിനകത്തൊക്കെ കാർബൺ കൂടുതലാണ്, പിസ്റ്റൺ ടോപ്പിലൊക്കെ കാർബൺ കൂടുതൽ, കംപ്രഷൻ ലീക്ക്, കംപ്രഷൻ റിങ്സൊക്കെ ചെറുതായിട്ട് ലീക്കായിട്ടുണ്ട്. പിന്നെ വാൽവാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം വന്നാണ് കേട്ടോ. വാൽവിനകത്തും ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം കാർബൺ കരിയുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അത് മൂലം വന്നേക്കണ കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഹോളിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം അതിൻ്റെ ഉള്ളിൽ കാർബൺ ഡെപ്പോസിറ്റ് നല്ല രീതിയിലുണ്ട്. ഇത് 2021 വർക്ക് ചെയ്തിട്ടുണ്ട്. 13/7/2021 എൻജിൻ ഹെഡിൻ്റെ വർക്ക് ചെയ്തേക്കണതാണ്. ഇപ്പോൾ ഏകദേശം 21 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 5 വർഷമായിട്ടുണ്ട്. വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വണ്ടി ഉപയോഗിച്ചിട്ട് തന്നെ കംപ്ലയിൻറ്റ് വന്നതിനാണ്. അപ്പോൾ നമുക്ക് നിലവിൽ ഇത് ലെയ്ത്തിലേക്ക് കൊടുക്കണം. ഈ 2 വാൽവ് മാറ്റിയിട്ട് വാൽവ് സീറ്റ് ചെയ്ത് ഗൈഡ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഗൈഡും കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിലവിൽ അതാണ് നമുക്ക് മെയിനായിട്ട് വന്ന വർക്ക്. സിലിണ്ടറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു. സിലിണ്ടറിനകത്ത് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. ഈ സെൻറ്റർ ഭാഗത്തൊക്കെ നോക്കി ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ റിങ്സ്, ഈ പിസ്റ്റൻ്റെ ടോപ്പിൽ വരുന്ന ഈ റിങ്സ് മാത്രം ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. കാരണം വേറെ പ്രോബ്ലംസ് ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. സിലിണ്ടർ കിറ്റ് ഏകദേശം ഒരു 3800 അടുത്ത് 3700 3800 സിലിണ്ടർ കിറ്റ് വരും. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് റിങ്സ് മാറ്റാം. പിന്നെ വാൽവ് ഗൈഡ് കാര്യങ്ങളൊക്കെ മാറ്റി നമുക്ക് റീസെറ്റാക്കി എടുക്കാം. അത്രയും ചെയ്താൽ മതി മെയിനായിട്ട്. പിന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിങ്ങൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ചെറിയൊരു പ്ലേ പോലെ തോന്നുന്നുണ്ട്. അത് നമുക്ക് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അതിൻ്റെ ബെയറിങ് മാത്രമായിട്ട് മാറ്റിയിടാം കേട്ടോ. അത്രയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിലൊക്കെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ്, എൻജിൻ ഓയിലൊക്കെ കറക്റ്റ് ടൈമിങ്ങിൽ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അഴുക്ക് കാണുമ്പോൾ അറിയാം. എൻജിൻ ഓയിൽ കറക്റ്റ് സമയത്തിന് മാറാതെ വരുമ്പോഴാണ് ഇതേ രീതിയിൽ അഴുക്ക് കാര്യങ്ങൾ വരാം. അപ്പോൾ ഓയിൽ ചേഞ്ചൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസ് അതാണ്. ഓയിൽ ചേഞ്ചിങ് പക്ക ടൈമിങ്ങിൽ ചെയ്തു പോകണം. കാരണം കറക്റ്റ് ടൈമിലാണ് ഓയിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ അഴുക്ക് വരില്ല. കാരണം ഇപ്പോൾ ഓയിലിൽ കൂടുതലായിട്ട് കാർബണിൻ്റെ കണ്ടൻറ്റ് കയറുമ്പോഴാണ് മൊത്തം ഈ ഓയിൽ പാസ് ചെയ്യണ എല്ലാ ഭാഗത്തും ഇത് പോയി പറ്റി പിടിച്ചിരിക്കും. കാരണം ഇതിൻ്റെ കവറിൻ്റെ ഉള്ളിൽ ഫുൾ ഓയിലാണ്. അപ്പോൾ ആ ഓയിൽ ചെന്ന് വന്ന ഭാഗത്തേക്കൊക്കെ ഈ അഴുക്ക് പിടിക്കുന്നുണ്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ ഇതുതന്നെയായിരിക്കും അതിൻ്റെ എൻജിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. പക്ഷേ നമുക്ക് അതൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. നിലവിൽ നമുക്ക് പുറമേ നിന്ന് ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. അതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വാൽവ് മാറ്റി, വാൽവ് ഗൈഡ് കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റ് ചെയ്യാം. പിസ്റ്റൺ റിങ്ങും മാറ്റി ഗ്യാസ്കറ്റുകളൊക്കെ മാറ്റി റെഡിയാക്കാം. അപ്പോൾ അത്രയും ചെയ്തെടുക്കാം നിലവിൽ. പിന്നെ നമുക്ക് അതിൻ്റെ ഇപ്പോൾ ഹെഡ് അഴിച്ചേക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എയർ ഫിൽറ്റർ പ്ലഗ് കാര്യങ്ങൾ നമുക്ക് മാറ്റണം. അതേപോലെ കാർബറേറ്റർ അസംബ്ലി ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണം കേട്ടോ. കാരണം കാർബറേറ്ററും അത്യാവശ്യ രീതിയിൽ, കാരണം ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു പ്രോബ്ലം വരും നിലവിൽ. കാരണം ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറയുമ്പോൾ E20 പെട്രോളാണ്. അതിൻ്റേതായിട്ടുള്ളൊരു കെമിക്കൽ റിയാക്ഷൻസൊക്കെ കാർബറേറ്ററിന് ഉണ്ടാവും. എന്തായാലും നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാണ്ട് പറ്റില്ല, ക്ലീൻ ചെയ്യാം. ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരില്ല എന്ന് വേണം വിചാരിക്കാനായിട്ട്. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം യൂണിക്കോണിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കാർബറേറ്ററാണ്. മിസ്സിങ് കംപ്ലയിൻറ്റ് വരാം, അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് പെട്രോൾ ഓവർഫ്ലോ വന്നാൽ കാർബറേറ്റർ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്കിതിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യാണ്ട് മാർഗ്ഗമില്ല, അഴിച്ച് ക്ലീൻ ചെയ്യണം. കാരണം എൻജിൻ ഹെഡിൻ്റെ ഭാഗം അഴിക്കണം കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ ഈ കൂട്ടത്തിൽക്കൂടെ എൻജിൻ ഓയിലും കൂടി മാറ്റുന്നുണ്ട് കേട്ടോ. ഓയിലും കൂടി മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ആക്കണേ. അപ്പോൾ ഞാനതിൻ്റെ നമുക്കൊരു പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാം. നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇതിലേക്ക് നമുക്ക് ഐറ്റം വിട്ടേക്കാം. എന്തെങ്കിലും ഇപ്പോൾ നാളെ ഒക്കെ ആയിട്ട് വരുള്ളൂ. അപ്പോൾ തിങ്കളാഴ്ചയ്ക്കൊക്കെയാണ് മിക്കവാറും എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിന് മുമ്പ് ആവാണെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യാം. എന്തായാലും തിങ്കളാഴ്ച വൈകിട്ടത്തേക്ക് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. എസ്റ്റിമേറ്റും കൂടി ഇട്ടേക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. കൃത്യമായിട്ട് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അതിന് ശേഷം മാത്രം വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള അനുമതി കൊടുക്കുക. ഓക്കെ, അതിന് ശേഷമാണ് ബാക്കിയത്തെ വർക്ക് നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ പെർമിഷൻ കിട്ടാതെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യില്ല. അപ്പോൾ ഡീറ്റെയിൽ എസ്റ്റിമേറ്റും വീഡിയോയും വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.